ഐഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. പലതരം വിഭവങ്ങൾ പരീക്ഷിക്കുമ്പോഴും മാജിക് അവനിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നാടൻ വിഭവങ്ങൾ പരീക്ഷിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് മധുരം. ധാരാളമായിട്ട് ഡിസേർട്ട് ഐറ്റംസ്, കേക്ക്സ്, പേസ്ട്രീസ് ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനും എനിക്കിഷ്ടമാണ്. എങ്കിലും നമ്മളെപ്പോഴും നാടിനും സ്വീറ്റ്സും ഡെസേർട്ട്സും മാത്രമായിട്ട് മുന്നോട്ട് പോയാൽ മതിയോ? പോരല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മൾക്കിനി കുറച്ച് ചൈനീസ് ആയാലോ? വീട്ടമ്മമാർക്കെല്ലാം തന്നെ ഇപ്പോൾ ചൈനീസ് വിഭവങ്ങളും നല്ല രീതിയിൽ വീട്ടിൽ തയ്യാറാക്കാൻ അറിയാം. റെസ്റ്റോറൻറ്റിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്വന്തം അടുക്കളയിൽ നമ്മൾക്ക് ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നമ്മളിന്ന് ഇവിടെ ചൈനീസാണ് തയ്യാറാക്കുന്നത്. ചൈനീസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ചൈനീസ് മലയാളിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ഇന്ത്യനൈസ്ഡ് ചൈനീസാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിക്കുന്നതെല്ലാം തന്നെ ഏകദേശം അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു മെനു എടുത്തിട്ട്, അല്ലെങ്കിൽ അത് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഓക്കെ. അല്ലാത്ത സ്ഥലത്തെല്ലാം തന്നെ ഒരു ചെറിയൊരു ഇന്ത്യൻ വേർഷൻ ഓഫ് ചൈനീസ് വിഭവമായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചൈനീസ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന, ചില സീസണിൽ കൂടുതലായി കിട്ടുന്ന ഒരു മീനാണ്. അത് നമ്മൾ കണവ എന്ന് പറയും. ഇംഗ്ലീഷിൽ തന്നെ സ്ക്വിഡ് എന്ന് പറയും. പിന്നെ കലമാരി എന്നുള്ളൊരു മറ്റൊരു പേരും കൂടിയുണ്ട്. എന്തായാലും നമ്മൾ സ്ക്വിഡ് അല്ലെങ്കിൽ കണവ കൊണ്ട് ഒരു ചില്ലി സ്ക്വിഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ചില്ലി ചിക്കൻ മാതിരി ഒരു ചില്ലി സ്ക്വിഡ് അല്ലെങ്കിൽ ചില്ലി കണവ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ച കണവ 1/2 കിലോ, സവാള 4 ഇടത്തരം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി പേസ്റ്റ് അഥവാ അരച്ച മുളക് 2 ടീസ്പൂൺ, ക്യാപ്സിക്കം 1 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് 1/2 മുതൽ 1 കപ്പ് വരെ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വഴറ്റാൻ ആവശ്യമായത് 2 ടേബിൾ സ്പൂൺ, വീണ്ടും എണ്ണ വറുക്കാൻ ആവശ്യമായത്, പഞ്ചസാര 1/2 ടീസ്പൂൺ. ഇനി ബാറ്ററിന് വേണ്ട ചേരുവകൾ: കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, മൈദാമാവ് 4 ടേബിൾ സ്പൂൺ, മുട്ട 1 എണ്ണം, ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. കണവ വട്ടത്തിന് മുറിച്ച് 2.5 കിലോ കൂടുതലുണ്ട്, ഇച്ചിരി കൂടെ ഉണ്ടാകും. അതിലേക്ക് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്. ഇതിപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, ഗാർലിക് പേസ്റ്റ്. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്. ആദ്യം ഇത് രണ്ടും ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് ചെറിയൊരു മാരിനേഷനാണ്. അതിനോടൊപ്പം കുറച്ച് കുരുമുളക് പൊടി, വൈറ്റാണ് നല്ലത്, വെള്ള കുരുമുളക് പൊടി. ഞാനിപ്പോൾ കറുത്ത കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. തരിതരിപ്പായി 1 ടീസ്പൂൺ വരെ ആകാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇനി എന്തൊക്കെയാണ് ചേർക്കാൻ പോണേ? ഇനിയാണ് പ്രധാന കാര്യം. കോൺഫ്ലവർ, മൈദാമാവ്. ഒരു കോൺഫ്ലവർ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വരെ എടുത്ത് വയ്ക്കാം. ഏകദേശം 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദാമാവ്. പ്രധാന കാര്യങ്ങളൊക്കെ ചേർക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു ഈർപ്പം ഇതിനകത്ത് ഉണ്ട്, എങ്കിലും ഒരു കാര്യം കൂടി വേണം, അതാണ് മുട്ട. ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ഉടച്ചെടുക്കും. എന്നിട്ട് ആദ്യം കുറച്ചൊഴിക്കാം. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഈർപ്പം കുറച്ച് അതിലുണ്ടായിരുന്നു, ആ കണവയിൽ കഴുകിയെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഈർപ്പമുണ്ട്. ഇപ്പം നമ്മൾ മുട്ടയും കൂടി ചേർത്തു. അപ്പോൾ ഏകദേശം ഒരു മുട്ട 1/2 മുതൽ 1 വരെ ആകാം, മതിയാകും. ഏകദേശം ഒരു മുട്ട പൊട്ടിച്ച് സൈഡിൽ വയ്ക്കുക, എന്നിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ ബാറ്ററിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലായി. ഇനി എന്താ വേണ്ടത്? എണ്ണ ചൂടാക്കുന്നു. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണയിലൊന്നും ചെയ്യാൻ പാടില്ല. കുറച്ച് എണ്ണ ചൂടാക്കാം. വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇപ്പം എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. തീ ഒരല്പം കുറച്ചു.
ഇനി നമ്മൾ ഓരോരോ റിങ്സ് ആയിട്ട് എടുത്തിടാൻ പോവാണ് എണ്ണയിലേക്ക്. ബാറ്ററിൽ പുരണ്ടിരിക്കുന്ന നമ്മളുടെ കണവ റിങ്സ്. അങ്ങനെ നല്ല ഭംഗിയുള്ള റൗണ്ട് പീസസ് ആയിട്ട് കണവ എന്ന് പറയുന്ന നമ്മുടെ സ്ക്വിഡ് കലമാരി ഇങ്ങനെ ഫ്രൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ തീയിലായിട്ടിരിക്കുന്നത്, നല്ല ചൂടായിരുന്നു. ഇനി ഇച്ചിരി തീ കൊട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മളിത് കുക്ക്ഡ് അല്ലെങ്കിൽ വേവിച്ച കണവയല്ല, പച്ച കണവയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് പാകത്തിന് വെന്ത് കിട്ടും. ഇത് മൂക്കുന്നതോടുകൂടി അകത്തുള്ള കണവയുടെ പീസസും പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഇങ്ങനെ എല്ലാ കണവയുടെ പീസും ഇതുപോലെ നമ്മളിങ്ങനെ എണ്ണയിലേക്ക് മുക്കിയിടുന്നു. അപ്പോൾ ഇത് ഇത്രയും വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ സോട്ടിങ്. അത് പിന്നെ ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ ഇതൊന്ന് വറുക്കുന്ന താമസം മാത്രം. ഈ കണവ മീന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കാര്യം അത് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അടച്ചിടുക. കാര്യം നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നെറ്റ് വാങ്ങാൻ കിട്ടും ഇത്തരം. അതുകൊണ്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ തെറിക്കില്ല. കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക, സുരക്ഷിതരായിരിക്കും. ഇതെന്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഒരു പരിപാടിയല്ലേ, ശരിക്കും വളരെ സൂക്ഷിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് തെറിക്കാൻ സാധ്യതയുള്ള കാര്യമായതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കാം. എന്തായാലും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നപ്പോഴും നല്ലതല്ലേ. എന്നിട്ട് ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ്. സ്മോൾ റിങ്സ് ആയിട്ട് കണ്ടില്ലേ, ക്യൂട്ടായിരിക്കുന്നു. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. തീ അല്പം കുറച്ചിട്ടിടാം. ഇനി ഒരു പ്രാവശ്യം കൂടി വറുക്കാനുള്ള കലമാരി നമുക്കിപ്പോഴേ അടച്ചിട്ടേക്കാം. അത് റെഡി ആകട്ടെ. ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അത് മതിയല്ലോ, ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ചെയ്യും. അങ്ങനെ നമ്മളുടെ സ്ക്വിഡ് അഥവാ കണവ ഇങ്ങനെ റൗണ്ട് ബ്യൂട്ടിഫുൾ പീസസ് ആയിട്ട് ഇങ്ങനെ കരുകരുപ്പായിട്ട് ഇങ്ങനെ വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്ത് കോരുക. ഇതിങ്ങനെ തന്നെ കഴിച്ചാലും നല്ല രസമാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന അതേ എണ്ണ തന്നെ നമുക്കിനി വയറ്റൽ പരിപാടിയാണ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണ ചില്ലി സ്ക്വിഡാണ്, ചില്ലി കണവ. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന ഇത് കണവ വറുത്ത എണ്ണയിൽ നിന്നും ഒരല്പം എണ്ണ അതേ എണ്ണ തന്നെ എടുക്കാം ഇതിലേക്ക്. അപ്പോൾ നല്ല ചൂടായി കിടക്കുകയാണേ. അതിലേക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ആകാം, 1.5 മുതൽ 2 വരെ ആകാം. ഇതിനോടൊപ്പം പച്ചമുളക്, അത് 4 പച്ചമുളകാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഏകദേശം ചെറിയ 4 പച്ചമുളകാണ് ഞാൻ എടുത്തത്. വലുതാണെങ്കിൽ 2 ആയാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് സവാളയാണ്. ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരു 4 ഇടത്തരം സവാള, ഹാഫ് റൗണ്ട്സ് എന്ന് പറയാം. ആ രീതിയിൽ നീളത്തിനല്ല, വട്ടത്തിന് അരവട്ടം, അര ആയിട്ട് ഒരു എണ്ണത്തിന് 2ആയിട്ട് മുറിച്ചിട്ട് സ്ലൈസസ് ആയിട്ട് വട്ടമായിട്ട് ഹാഫ് സ്ലൈസസ്. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ടെൻഡറായി, അത് കുറച്ച് സോഫ്റ്റായി തുടങ്ങി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒരല്പം സൈഡിലേക്ക് മാറ്റി വെച്ചു ഞാൻ. ഇനി ചില്ലി പേസ്റ്റ്, റെഡ് ചില്ലി പേസ്റ്റ് 2 ടീസ്പൂൺ. അപ്പോൾ വറ്റൽമുളക് പേസ്റ്റിൻ്റെ, ചില്ലി പേസ്റ്റിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം 1 ക്യാപ്സിക്കമാണ് നമ്മൾ നീളത്തിന് ഉള്ള പീസസ് ആക്കി കഴിച്ചത്. ഇത് നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് സോസസ് ചേർത്ത് തുടങ്ങാം. ചില്ലി സോസ് 1 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെന്താ, സോയാ സോസ്,
2 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്, അത് 1 ടേബിൾ സ്പൂൺ. കളർ മാറാൻ തുടങ്ങുന്നു, ഒരു ബ്രൗണിഷ് കളറായി മാറുകയാണ്, ഡാർക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കണവ, അപ്പോൾ നമ്മുടെ ചില്ലി കണവ അല്ലെങ്കിൽ ചില്ലി സ്ക്വിഡ് ഇവിടെ ഏതാണ്ട് റെഡിയായി. ഇനി 2 കാര്യങ്ങളുണ്ട്. പിന്നെ സോയ സോസിലൊക്കെ ഇച്ചിരി ഉപ്പുള്ളതുകൊണ്ട് അധികം ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് എടുക്കാം. പിന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയാണ്. അതെപ്പോഴും നല്ലതാണ്. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ വഴറ്റൽ പ്രക്രിയയെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ ചില്ലി സ്ക്വിഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സോസിൻ്റെ പ്രയോഗം നമ്മൾ ഇത്ര ഒരു അളവിന് ഏകദേശം ഒരു സോയ സോസ് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഫുൾ നിറച്ച് ഹീപ്റ്റായിട്ട് എടുക്കുക. ടൊമാറ്റോ സോസ് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. പിന്നെ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ ചില്ലി സ്ക്വിഡ് അഥവാ ചില്ലി കണവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാനും ഭംഗിയാണ്, സ്വാദിൻ്റെ കാര്യത്തിലും മുന്നിൽ തന്നെ ആയിരിക്കും. എന്തായാലും പരീക്ഷിക്കുക. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേസ്ട്രി പോലത്തെ ഒരു കാര്യമാണ്. ഇതൊരു കോക്കനട്ട് ബാർ. അത് തേങ്ങയുടെ രുചിയും ബിസ്ക്കറ്റ് ആൻഡ് കോക്കനട്ട് ബാർ നമുക്ക് പേരിടാം. ഇത് എളുപ്പമാണ് തയ്യാറാക്കാൻ, കഴിച്ചാലോ നല്ല സ്വാദാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കോക്കനട്ട് ആൻഡ് ബിസ്ക്കറ്റ് ബാർ. ഇതിനു വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാരിഗോൾഡ് ബിസ്ക്കറ്റ് 250 ഗ്രാം പൊടിച്ചത്, കണ്ടൻസ്ഡ് മിൽക്ക് 1 ടിൻ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1 കപ്പ്, വെണ്ണ 100 ഗ്രാം, വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ട ചേരുവകൾ: ഐസിങ് ഷുഗർ 1.5 കപ്പ്, നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ, വെള്ളം 1-1.5 ടേബിൾ സ്പൂൺ ആവശ്യാനുസരണം, പിങ്ക് ഫുഡ് കളർ ആവശ്യത്തിന്, അലങ്കാരത്തിന് ആവശ്യമായ സ്പ്രിങ്കിൾസ്. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് ആൻഡ് ബിസ്ക്കറ്റ് ബാർ തയ്യാറാക്കാം. ആദ്യം അധികം അടുപ്പിൻ്റെ പരിപാടിയൊന്നുമില്ല, എങ്കിലും ഒരു കാര്യമുണ്ട്. നമുക്ക് വെണ്ണ ഒന്ന് ഉരുക്കണം. ഒരു 100 ഗ്രാം വെണ്ണ, അതൊന്ന് മെൽറ്റ് ചെയ്യുക, ഉരുക്കിയെടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. വെണ്ണ ഉരുകി തുടങ്ങി. അപ്പം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് വെണ്ണ. അപ്പോൾ വെണ്ണ ഉരുകി കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ ആദ്യം ബിസ്ക്കറ്റ് പൗഡർ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനോടൊപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട്, തേങ്ങ, യോജിപ്പിക്കുക. ഇനി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്. നല്ല കുറുകിയ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് 1 ടിന്നാണിത്. ഇതിനോടൊപ്പം ഉരുക്കിയ വെണ്ണ, മെൽറ്റഡ് ബട്ടർ, ഇനി ഒരൽപ്പം വാനില എസൻസ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്ലേവർ. ശരിക്കും നല്ല കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മളൊന്ന് യോജിപ്പിക്കും. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമ്മളൊരു ടിന്നിലേക്ക് മാറ്റണം. അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞല്ലോ, ഇതിലേക്ക് മാറ്റുന്നു. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക.
ഇനി നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ബലമായിട്ട് പ്രസ് ചെയ്യാം. ഇത് ശരിക്കും നന്നായിട്ട് ഉറയ്ക്കും. പെട്ടെന്ന് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉറച്ച് കിട്ടും. ഇതിന് ഏത് തരം ടോപ്പിംഗ് വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ്, പിന്നെ ഒരു ഗനാഷ് ആകാം, അതല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഐസിങ് ആകാം, ഫ്രോസ്റ്റിംഗ് പലതരം ഉണ്ടല്ലോ, ഏത് വേണമെങ്കിലും ബട്ടർ ഫ്രോസ്റ്റിംഗ് കൊടുക്കാം, റോയൽ ഐസിങ്ങിൻ്റെ ഒരു സാധനം കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ആകാം, നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. ഒരു സിമ്പിൾ ഫ്രോസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് 1 മിനിറ്റ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്, ഒന്ന് സെറ്റാകും. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് ആൻഡ് ബിസ്ക്കറ്റ് സ്ക്വയറിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചൊരു റോയൽ ഐസിങ് പോലെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഐസിങ് ഷുഗർ ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം, നമുക്ക് അത്ര ആവശ്യമില്ല. കുറച്ചാദ്യം എടുക്കാം, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം. ഇത് പാലാകാം അല്ലെങ്കിൽ വെള്ളമാകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരല്പം നാരങ്ങാ നീര്, ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ഒഴിച്ചു. കുറച്ചുകൂടി വെള്ളം. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നമുക്കിനി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി എടുക്കാം. പിന്നെ ഒരു പ്രത്യേക അളവൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ 1.5 കപ്പ് ഐസിങ് ഷുഗർ എടുത്തു, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും എൻ്റെ അടുത്തുണ്ടായിരുന്നു. കുറേശ്ശെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വൈറ്റ് കളറിലെ ഐസിങ് ആയി കഴിഞ്ഞു. ഒരു റോയൽ ഐസിങ് മോഡലിൽ ഇച്ചിരി കൂടെ നാരങ്ങാനീര്. അപ്പോൾ നാരങ്ങാനീരെല്ലാം കൂടി ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ചു എന്ന് പറയാം. ഇനി നമുക്ക് വൈറ്റ് വേണോ വേറെ എന്തെങ്കിലും കളർ വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതിൻ്റെ ലൂസ് കണ്ടല്ലോ, ഇത്രയും കൺസിസ്റ്റൻറ്റ്, അതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരല്പം പിങ്ക് ആയാലോ, ഞാൻ അല്പം ഒരു പിങ്ക് ഫുഡ് കളർ എൻ്റെ കയ്യിലുണ്ട്, നോക്കാം. കളർ മാറുന്ന കാഴ്ചയാണ്. ഒരല്പം മതി, ലൈറ്റ് ബേബി പിങ്ക് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ട കാര്യം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും നമ്മളുടെ ബിസ്ക്കറ്റ് ആൻഡ് കോക്കനട്ട് ബാർ എടുത്തിട്ട് വരാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രോസ്റ്റിംഗ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഗ്ലേസ് ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു ഫിനിഷിംഗ് ആയില്ലേ. ഗ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഇതൊരു ഫ്രോസ്റ്റിംഗ്, ഇതൊരു ഗ്ലേസ് ടൈപ്പ് ഫ്രോസ്റ്റിംഗ് ആണ് കൊടുത്തത്. ഇത് സെറ്റായി കഴിയുമ്പോൾ ഇത് ഉറയ്ക്കും. അപ്പോൾ നല്ലൊരു തിളക്കമില്ലേ, പിങ്ക് ആയിട്ടൊരു കാര്യം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രിങ്കിൾസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പലതരം സ്പ്രിങ്കിൾസ് വിപണിയിൽ വാങ്ങാൻ കിട്ടും. ഇത് എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസാണ്, അതായത് പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്ന അലങ്കാര വസ്തുക്കളാണ്, കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഭംഗിയാണ്, ഇങ്ങനെ ചില സ്പ്രിങ്കിൾസ് വെച്ചിട്ടിങ്ങനെ അലങ്കരിക്കും. അതോടൊപ്പം കുറച്ച് ഇത് കുറച്ചുകൂടി ചെറുതാണ്. 2 ടൈപ്പ് ഓഫ് സ്പ്രിങ്കിൾസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ സ്പ്രിങ്കിൾസ് കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റാകാൻ ഒരു സമയം കൊടുക്കണം. അല്പസമയം വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലേസും എല്ലാം ഒന്ന് ഉറയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇളകത്തില്ല. അത് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. അതിനാണ് നമ്മൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇഷ്ടമുള്ള ഇപ്പോൾ സ്ക്വയറെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് സ്ക്വയർ ആക്കാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, എനി ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഒരു 3-4 ദിവസം കേടാകാണ്ടിരിക്കും. അപ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെ ഒരു കുക്കി മോഡലിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതൊരു പേസ്ട്രി ആയിട്ട് വേണമെങ്കിലും സങ്കല്പിച്ച് കഴിക്കാം. കാര്യം ഇതൊരു നല്ല മേളിലൊരു ലൈറ്റൊരു നല്ല മധുരമുള്ളൊരു ലെയറിങ്ങും താഴെ നല്ല കുറച്ച് സോഫ്റ്റ് ആൻഡ് സട്ടിലായിട്ടുള്ളൊരു മധുരം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. രണ്ടും വ്യത്യസ്തമായ വിഭവങ്ങളായിരുന്നു. ഞാൻ കുറച്ച് നാളായി നമ്മൾക്ക് ഒരു ചൈനീസ് വിഭവം തയ്യാറാക്കി കാണിച്ചിട്ട്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് സ്ക്വിഡ് കൊണ്ടുള്ളൊരു ചില്ലി സ്ക്വിഡ് ഉണ്ടാക്കിയത്, നമ്മുടെ കണവ കൊണ്ടുള്ള ചില്ലി സ്ക്വിഡ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ രണ്ടാമത് കാണിച്ചത് ഒരു സ്വീറ്റാണ്. അതൊരു കുക്കീസിൻ്റെ കാറ്റഗറിയിലോ പേസ്ട്രി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. അതൊരു ബിസ്ക്കറ്റ് ആൻഡ് കോക്കനട്ട് സ്ക്വയർസ് വിത്ത് എ ഗ്ലേസ്, ഒരു പിങ്ക് ഗ്ലേസ് കൊണ്ടാണ് നമ്മളത് അലങ്കരിച്ചത്. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടിലൂടെ കാണാം.